എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അബൻ വ്ലോഗിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. സൈന്യത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഇനി മുന്നോട്ടും അത്തരം സന്തോഷങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും സഹകരണവും തീർച്ചയായിട്ടും ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും മേലിലുണ്ടാവണം എന്നുകൂടി അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് അറിയുന്നത് കമൻറ്റിലൂടെയാണ്. പിന്നെ സമാനമായ രീതിയിൽ തന്നെ യൂട്യൂബൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഇറക്കുന്ന സമയത്ത് അവർ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നത് എത്ര സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്, ഒരു വീഡിയോക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമൻ്റ് ഉണ്ട്, എത്ര ഷെയർ ഉണ്ട്. ഇതൊക്കെ വളരെ ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊരു ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഒരു ലൈക്ക് തൊടുക എന്ന് പറയുന്നത്. പക്ഷേ പല ആൾക്കാരും അത് ചെയ്യാത്തത് വലിയ വിഷയമാണ്. അതൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രത്തോളം പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കാണുന്ന കാഴ്ചക്കാർ ഒരുപാടുണ്ടാവും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഷെയർ അടിക്കുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പുമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് മുൻപ് തന്നെ ഒരു ചാനൽ എൻ്റേത് നഷ്ടപ്പെട്ടു പോയിരുന്നു. യൂട്യൂബ് തന്നെ ബ്ലോക്ക് ആക്കിയ രീതിയിലാണ്. കാര്യം നമ്മൾ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ പല ഘട്ടങ്ങളിലും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫലസ്തീനും ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവും. നമ്മൾ നോക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. കൂടുതൽ യൂറോപ്യന്മാരാണ് പല ഘട്ടത്തിൽ അതിന് നിയന്ത്രണ ഭാഗങ്ങളൊക്കെ ഉള്ളത്. അത് ഏതാണെങ്കിലും യൂട്യൂബ് എന്ന് മാത്രമല്ല, ഫേസ്ബുക്ക് ആണെങ്കിലും ഈ വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എക്സ് ഹാൻഡിലാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ പോകുന്ന സമയത്ത് ആ റൂട്ടിലൂടെയാണ് പോകുന്നത്. അവർക്ക് അവരുടേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സമീപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, അതിന് സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടാകുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ എല്ലാ കാലത്തും നമ്മൾക്കുണ്ടാകും. നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് വലിയ സപ്പോർട്ട് ചെയ്യണം എന്നറിയിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് അത് ഒമാനോടാണ് പറഞ്ഞത്. നിങ്ങളെ ആക്രമിക്കും, അമേരിക്കയെ ആക്രമിക്കുമെന്ന്, ഒമാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, ചെറുത് സംഭവമൊന്നുമല്ല. കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മധ്യസ്ഥൻ്റെ റോളിലാണ് എപ്പോഴും ഒമാൻ ഉണ്ടായത്. ഇറാൻ്റെയും അമേരിക്കയുടെയും വിഷയത്തിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മധ്യസ്ഥത വഹിച്ചത് ഒമാനാണ്. 5 തവണയെങ്കിലും ഒമാനിലെയും വിയന്നയിലും വെച്ച് മധ്യസ്ഥത വഹിച്ച്, ഫ്രാൻസിൽ വെച്ച് മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് 2025-ൽ. 2026-ൽ ഒമാനിലും വിയന്നയിലും വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ മധ്യസ്ഥ റോളാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് അതേ ഈ ഒമാനെ ആക്രമിക്കുമെന്ന്. ഇതേ ഒമാനെ ആക്രമിക്കും എന്ന് പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം റൈസി മരണപ്പെട്ടു പോയി ഹെലികോപ്റ്റർ അപകടത്തിൽ. അദ്ദേഹം ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അമേരിക്കയെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കാതിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാവും. അതാണ് നിങ്ങളുടെ വിഷയം. കണ്ണുപൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല അവരെ. കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് ശത്രുക്കൾ, അവർക്കാണ് നിങ്ങൾ പാല് കൊടുക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അകത്ത് സൈനികമായിരിക്കുന്ന സംവിധാനം, അതായത് നമ്മൾ സൈനിക ബേസ് ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ ഖത്തറിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട്, അതല്ലെങ്കിൽ കുവൈറ്റിലുണ്ട്, ബഹ്റിനിലുണ്ട് എന്നൊക്കെ പറയും. എന്താ സൈനിക ബേസ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ മാത്രമുണ്ട്. സൈനിക ബേസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു രാജ്യമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാവും. ഒരു രാജ്യത്തിന് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ ആ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 100 കിലോമീറ്റർ ചുറ്റളവാണ് ഖത്തറിൻ്റെ സൈനിക ബേസ്, ഉദയ്ത സൈനിക ബേസ് കണക്കാക്കുന്ന അമേരിക്കയുടേത്. ആ മേഖലയിൽ യുദ്ധ സംവിധാന കാര്യങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, യുദ്ധക്കപ്പലുകളായിട്ട് ബന്ധപ്പെട്ടത്, യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ടത്, ടാങ്കറുകൾ, സംവിധാന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊരു രാജ്യമായിട്ടാണ് അവർ കൊണ്ടുനടക്കുക. ഈ മേഖലയിലേക്ക് ഒരു വിമാനം വരണമെങ്കിൽ ഖത്തറിൻ്റെ സമ്മതം ആവശ്യമില്ല. ഈ മേഖലയിൽ നിന്ന് ഒരു വിമാനം പുറത്തോട്ട് പോകണമെങ്കിൽ ഖത്തറിൻ്റെ സമ്മതം ആവശ്യമില്ല. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കടൽ തീരത്തോടെ ഒരു കപ്പൽ വരണമെങ്കിൽ ഖത്തറിനെന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളൊന്നും സമ്മതം ആവശ്യമില്ല. ഇപ്പം ജപ്പാനിൽ തന്നെ 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക പിടിച്ചെടുക്കപ്പെട്ട ഒരു പ്രദേശമുണ്ട്. ജപ്പാനിൽ 2ാം ലോക യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ അവിടെ ഏകദേശം 95 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശം, 95 എന്ന് പറഞ്ഞാൽ ചില റിപ്പോർട്ട് 130 എന്ന് പറയുന്നത്, ഒരു ചുറ്റളവുള്ള ഒരു പ്രദേശം ഇപ്പോഴും അമേരിക്കയുടെ കൈവശത്തിലാണ്. ഈ അമേരിക്കയുടെ കൈവശത്തിലുള്ള ഈ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായത്. അതിലേക്ക് ജപ്പാൻ ഇടപെടാനൊന്നും പറ്റില്ല. ആ മേഖലയൊക്കെ പ്രവേശിക്കാനും പറ്റില്ല. ഈ അമേരിക്കയുടെ സൈനികർക്ക് വേണമെങ്കിൽ ജപ്പാനിലെ തലസ്ഥാനം ടോക്കിയോയിലേക്ക് പോകണമെങ്കിൽ പോകാം.
ടോക്കിയോയിലുള്ള ഒരു ജപ്പാന് ഇതിൻ്റെ അകത്തേക്ക് വരണം വെച്ചാൽ നടക്കില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇവിടെ വെച്ചിട്ടായിരുന്നു ഇറാനെ 2025 ആക്രമിച്ചത്. എവിടെ? ജപ്പാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ വെച്ച് 35 മണിക്കൂർ ദൈർഘ്യം പറന്നിട്ടാണ് ഈ ഇറാനിലുള്ള ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ഫഹാനിൽ അവർ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിച്ചത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ് സൈനിക ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഒരാൾക്ക് കയറാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. അതുകൊണ്ട് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞ കാര്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ 1-2 വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസിലേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും പോകുന്ന വിമാനത്തെക്കുറിച്ചും അവർ എന്ത് വസ്തുക്കളുമായിട്ടാണ് വരുന്നത്, എന്തൊക്കെയായിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും. അത് നിങ്ങൾ ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല. ആകെ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരം വെളുത്തത് എന്ന് പറയുന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്താണ്. അപ്പോഴൊക്കെ ഒരു കാര്യം ബോധ്യമായി, യാഥാർത്ഥ്യമാണ് ഇത് ഇത് ഇറാൻ പറഞ്ഞിട്ടാണ് കാര്യമുള്ളത്. നമ്മൾ സുരക്ഷിതരല്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഒമാൻ ആക്രമിക്കും. എന്തിനാ ഒമാൻ ആക്രമിക്കുക എന്ന് പറയുന്നത്? ഓർമസ് കടൽ 2 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. അതിർത്തി എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇറാൻ്റെതാണ്, ഇറാൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒമാൻ്റെതാണ്. നീളം ഇതിന് 90 കിലോമീറ്ററാണ്, വീതി ഇതിന് 15 മുതൽ 30 കിലോമീറ്ററാണ്. അതായത് ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് ഒമാൻ്റെ അതിർത്തിയിലേക്ക് വീതി നോക്കുകയാണെങ്കിൽ 15 മുതൽ 30 കിലോമീറ്ററേ ഉള്ളൂ. ഒരു ചെറിയൊരു മിസൈലിന് പോലും എത്താവുന്ന അത്ര ദൂരം മാത്രമേ ഉള്ളൂ. നീളമാണ് പറയുന്നത് 90 കിലോമീറ്റർ. പക്ഷേ അവിടെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 15 മുതൽ 30 കിലോമീറ്റർ വരെ വീതിയുള്ള ഈ കടലിൻ്റെ എല്ലാ ഭാഗത്തിലൂടെയും കപ്പലിന് സഞ്ചാരം പറ്റുമോ? ഇല്ല. 3 കിലോമീറ്റർ മാത്രം. 3 കിലോമീറ്ററിൽ വീതിയിലൂടെ മാത്രമേ കപ്പലിന് സഞ്ചാരം നടത്താൻ വേണ്ടി പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കടലിടുക്കിലൊക്കെ താഴ്ച കുറവുണ്ട്, കുറേ പ്രശ്ന വിഷയങ്ങളുണ്ട്. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒമാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഓപ്പൺ വിൻഡോ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അഥവാ ഞങ്ങളുമായിട്ട് സഹകരിക്കണം, ആരുമായിട്ട്? അമേരിക്കയായിട്ട് സഹകരിക്കണം. അങ്ങനെ ആ സമയത്ത് എങ്ങനെ വരും? ഈ 30 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ 15 ഡിവൈഡ് ആവും. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഇറാനാണ്. ഇവിടെ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ച് മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലൂടെ പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ പോകാൻ പറ്റുക എവിടെയാണ്? ഇറാൻ്റെ മേഖലയിലൂടെയാണ് പോകാൻ പറ്റുക. ഇറാൻ്റെ മേഖലയിലൂടെ പോകണമെങ്കിൽ ചുങ്കം നൽകണം. ചുങ്കം നൽകിയിട്ടില്ലെങ്കിൽ അവർ വെടിവെക്കും. അല്ലെങ്കിൽ അമേരിക്ക എന്തെങ്കിലും സുരക്ഷിതം കൊടുക്കണം. സുരക്ഷിതം കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വന്നാൽ അമേരിക്കയും വെടിവെക്കും. ഈ തരുണത്തിൽ വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ അറബ് രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക തന്നെ ആക്രമണം നടത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇതിനു മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഥവാ ഈ യുദ്ധം തുടങ്ങി 2025 ഒരു പ്രാഥമിക ആരംഭം എന്ന് പറയാം. 2026 സമയത്ത് അത് വിപുലമാക്കപ്പെട്ട മേഖലാ യുദ്ധമായിട്ട് മാറി. പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അവരുടെ പെട്രോൾ കെമിക്കൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ടുണ്ട്, മിസൈൽ ആക്രമണം. അത് ഖത്തറിലും കുവൈറ്റിലും നടന്നിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വന്നു, പിന്നെ ആരാ ചെയ്തതെന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് അത് ഒന്നുകിൽ അമേരിക്കയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇസ്രായേലാണ് ചെയ്തത്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അഥവാ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളിലെ സൈനികർ അമേരിക്കയുമായിട്ട് ചേർന്ന് കൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. ഏതുപോലെ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള വിഷയത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ ഭൂപ്രദേശം വിട്ടുകൊടുത്തതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അതൊക്കെ പരാജയപ്പെട്ടു പോയ ഏറ്റവും ഒടുവിലാണിപ്പോൾ ഒമാൻ ആക്രമിക്കുന്നവർ. അങ്ങനെ ഒമാൻ ആക്രമിച്ചാലോ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒമാൻ ആക്രമിച്ച് കഴിഞ്ഞാൽ അഥവാ അമേരിക്ക ഒമാൻ ആക്രമിച്ചാൽ റൂട്ട് മാറി സഞ്ചരിക്കും. അവിടെ എന്ത് ചെയ്യും? ഒമാൻ റഷ്യയുടെയോ ചൈനയുടെയോ സഹായം തേടും. നിലവിൽ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ചൈനയ്ക്ക് സൈനിക ബേസുണ്ട്. അവരുടെ സൈനിക പട്ടാളങ്ങളുണ്ട്, അവരുടെ കവചിത വാഹനങ്ങളുണ്ട്, ടാങ്കറുകളുണ്ട്, സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ അവർക്ക് അങ്ങനെ ഭൂപ്രദേശം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി കണിശമാകുകയും ഞങ്ങൾ സഹായിക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെടുന്ന സ്ഥിതിയും വന്നാൽ
ഇവിടെ ഒരു വലിയ മഹായുദ്ധത്തിന് ആരംഭം കുറിക്കപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് പല അറബ് രാജ്യങ്ങളും അമേരിക്കക്കെതിരെ ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ വിഭാഗത്തോടൊപ്പം ചേരാനുള്ള സാധ്യത വിലയിരുത്തുന്നു. അപ്പോൾ വെറുതെ ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു ഭീഷണിയായിട്ടല്ല ഇതിനൊക്കെ കാണേണ്ടത്. ഇതിന് ആന്തരികമായ രീതിയിൽ വലിയ മുറിപ്പാട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒന്നും കൂടി അത് കൃത്യമാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.